ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഷോയ്ക്ക് വേണ്ടിയിട്ട് മൈസൂരിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ബസ്സിൽ നിന്ന് തൃശ്ശൂരിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത്. അവിടെ നിന്നാണ് ട്രെയിനുള്ളത്. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ചു, ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ ട്രെയിനിൽ ട്രിവാൻഡ്രത്ത് നിന്ന് കയറിയ ആൾക്ക് വേണ്ടിയിട്ടാണ് ഫുഡ് വാങ്ങിച്ച് നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഏകദേശം ട്രെയിനൊക്കെ എത്തി, നമ്മൾ ട്രെയിനിൽ കയറി. ഭയങ്കര തിരക്കായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ രാവിലെ നമ്മളെത്തി. എന്താണ് സ്ലീപ്പറിൽ കയറാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ലഗേജ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ സ്ലീപ്പറിൽ കയറാത്തത്. ജനറൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കത് എവിടെയും ഇവിടെയൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. അങ്ങനെ മോർണിംഗിൽ അവിടെ നിന്നൊരു കാപ്പിയൊക്കെ കുടിച്ചു. നമ്മുടെ വണ്ടി നമ്മളൊരു ഊബർ ബുക്ക് ചെയ്ത് നമ്മൾ നേരെ റൂമിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു കടയിൽ നിന്ന് കുറച്ച് നല്ല മാങ്ങ കണ്ടപ്പോൾ നല്ല മാങ്ങ വാങ്ങിയപ്പോൾ ഞാൻ അവിടെ കണ്ട സീനുകളൊക്കെ കണ്ട് പകർത്തിയത്, ഒരു പശു നട റോഡിൽ നിൽക്കുന്നതൊക്കെ. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ നിന്ന് നേരെ ഞാൻ ഫ്രഷായിട്ട് നേരെ ചായക്കട എന്ന് പറഞ്ഞൊരു സ്പോട്ടുണ്ട്, അവിടേക്ക് പോയി. അവിടെ നല്ല ചായ കേട്ടോ, നല്ല അടിപൊളിയാണ്. അവിടെ മലയാളീസാണ് ചായക്കടയൊക്കെ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 1 മണിയൊക്കെ ആയപ്പം റൂമിൽ നിന്ന് ഇറങ്ങി കറങ്ങാൻ വേണ്ടി പോവുകയാണേ. അതായത് ലോക്കൽ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ് ചക്ക. നല്ല രസമുണ്ട്, നല്ല സ്വീറ്റായിരുന്നു ആ ചക്ക കഴിക്കാൻ. പിന്നെ അവിടെ വേറൊരു കാഴ്ച കണ്ടു, ഞാവൽപ്പഴം, അതും വാങ്ങിച്ചു. അങ്ങനെ ലോക്കൽ മാർക്കറ്റൊക്കെ കറങ്ങി നൈറ്റിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മലയാളി ഹോട്ടലിലാണ് കയറിയത്. നല്ല ഫുഡായിരുന്നു, മലയാളി. നമുക്ക് മലബാറിലൊരു ടേസ്റ്റിൽ ഫുഡാണ് അവിടെ നിന്ന് കിട്ടിയത്. പിന്നെ മോർണിംഗിൽ നമ്മൾ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് 3 ദിവസമാണ് നമ്മൾ അവിടെ സ്റ്റേ ചെയ്തത്. ഒരു ദിവസമായിരുന്നു അവിടെ ഷോ ഉണ്ടായിരുന്നത്. അങ്ങനെ ഷോൻ്റെ സ്ഥലത്ത് എത്തി. കോസ്റ്റ്യൂംസൊക്കെ സെറ്റ് ചെയ്യലായിരുന്നു കേട്ടോ നമ്മുടെ പരിപാടി. ഫാഷൻ ഷോയ്ക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും കോസ്റ്റ്യൂം സെറ്റ് ചെയ്യുക, കുറേയൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത്രയും കൊണ്ടുവന്ന ലഗേജില്ല, ആ ലഗേജിലെല്ലാം ഈ കോസ്റ്റ്യൂംസ് ആയിരുന്നേ. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് ശരിക്കും ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പണി ഇതൊക്കെയാണ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആക്ച്വലി ഇവിടെ 2 കോസ്റ്റ്യൂംസ് ഉണ്ടായിരുന്നു. അതായത് മാറി ഇറങ്ങുന്ന ഒരു ടൈപ്പായിരുന്നു. അതൊരു വെറൈറ്റി നമ്മൾ പരീക്ഷിച്ചിട്ടും അതുപോലെ തന്നെ അടിപൊളിയാക്കി നമ്മൾ പ്രൈസൊക്കെ വാങ്ങിച്ചിട്ടുള്ളൊരു കോസ്റ്റ്യൂംസാണ് നമ്മളിവിടെയും ചെയ്തത്. അതൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഇതാണ് 2 കോസ്റ്റ്യൂംസും കാണിക്കുന്നത്. അവിടുന്ന് ഫസ്റ്റ് പ്രൈസൊക്കെ അടിച്ചു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് പ്രൈസ് അടിച്ചു. അവിടുന്ന് എല്ലാം ഫിനിഷ് ചെയ്ത് പാക്ക് ചെയ്ത് നമുക്ക് അവർക്ക് പ്രൈസ് അടിച്ച സമയത്ത് നമുക്ക് കുഴിമന്തി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവർ വാക്ക് പാലിച്ചു. നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ചും കൊടുത്തു. അങ്ങനെ ഏർലി മോർണിംഗിൽ ഒരു ലഗേജൊക്കെ കയറ്റി അവിടെ നിന്ന് നമ്മളവർ പാക്ക് ചെയ്ത് അവരെ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി തന്ന് അവർ പോയി. താങ്ക് യു.